സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തി വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ബജറ്റ് പ്രകാരം പ്രതീക്ഷിച്ച ചില സാധനങ്ങൾക്ക് വില കുറയുകയും ചിലയ്ക്ക് വില കൂടുകയും ചെയ്യും. വരുന്ന വർഷം രാജ്യത്തുടനീളമുള്ള മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും 10,000 അധിക സീറ്റുകൾ കൂട്ടിച്ചേർക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ മെഡിക്കൽ സീറ്റുകൾ 75,000 വർദ്ധിപ്പിക്കാനുള്ള മോദി സർക്കാരിന്റെ വിശാലമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഈ പ്രഖ്യാപനം. ഇതിന്റെ ഗുണം സ്വാഭാവികമായും കേരളത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കും ലഭിച്ചിരിക്കും. രാജ്യത്തെ ഏറ്റവും മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തെ ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് മറ്റൊരു കൂട്ടം പദ്ധതികൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത്. സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിലെ ഒന്നിലധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പേരുകേട്ടതാണ്. ഇവയ്ക്കെല്ലാം ഈ പ്രഖ്യാപനം ഗുണകരമാകുമെന്നതിൽ ഒരു സംശയമില്ല. ബജറ്റിൽ വില കുറയുന്ന ചില ഉൽപ്പന്നങ്ങളുണ്ട്. മൊബൈൽ ഫോണുകൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ളവയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന 36 ഇനം ജീവൻ രക്ഷാ മരുന്നുകൾ, വൈദ്യുത വാഹനങ്ങളുടെ ബാറ്ററികൾ, വെറ്റ് ബ്ലൂ ലെതർ, കാരിയർ ഗ്രേഡ് എതർനെറ്റ് സ്വിച്ചുകൾ, ക്രിട്ടിക്കൽ മിനറലുകൾ അത് 12 തരം, ഓപ്പൺ സെൽസ് LCD LED TVകൾ, കപ്പൽ നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ, കടൽ വിഭവങ്ങൾ, കൊബാൾട്ട് ഉൽപ്പന്നങ്ങൾ, LED-കൾ എന്നിവയ്ക്കാണ് വില കുറയുന്നത്. പിന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ടൂറിസം മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാകും ഒരു ചലഞ്ച് മോഡിൽ കേന്ദ്രം നടപ്പാക്കുക. ടൂറിസം കേന്ദ്രങ്ങൾക്കുള്ള പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് ഈ പദ്ധതി പ്രകാരം ഭൂമി ലഭ്യമായി കൊടുക്കേണ്ടി വരും. മുദ്ര ലോണുകൾ വിപുലീകരിച്ച് ഹോം സ്റ്റേകൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കും. കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തും. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പൈതൃകത്തിനും സാംസ്കാരിക മേഖലകൾക്കുമൊക്കെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയ സാധ്യതയുണ്ടെന്നാണ് ധനമന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞത്. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഇന്ത്യയിലെ മെഡിക്കൽ ടൂറിസം മെച്ചപ്പെടുത്താനും പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം വിസ മാനദണ്ഡങ്ങൾ എളുപ്പമുള്ളതാക്കി ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതിനായി തിരഞ്ഞെടുത്ത ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് കാര്യക്ഷമമായ ഈ വിസ സൗകര്യങ്ങളും വിസ ഫീസ് ഇളവുകളും സർക്കാർ പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാര സൗകര്യങ്ങൾ, ശുചിത്വം എന്നിവ ഉൾപ്പെടെയുള്ള ഫലപ്രദമായ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രകടനത്തിനനുസരിച്ച് പ്രോത്സാഹനം നൽകും. 2014 ലക്ഷം സ്ഥാപിതമായ 5 IIT-കളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേന്ദ്രം നിക്ഷേപം നടത്തും. ഈ പട്ടികയിൽ IIT പാലക്കാടുമുണ്ട്, പാട്നയുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തിന് ബജറ്റിൽ നേട്ടങ്ങളുണ്ട്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാങ്കേതിക നവീകരണം എന്നിവയ്ക്കൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിർമ്മിത ബുദ്ധി വ്യാപനത്തിനും ഊന്നൽ നൽകിയിരിക്കുന്നു ഈ ബജറ്റ്. ആഗോള പങ്കാളിത്തത്തോടെ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ മികവിൻ്റെ 5 AI കേന്ദ്രങ്ങൾ വരും. അക്കാദമിക ഗവേഷണ രംഗത്ത് AI സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എല്ലാ പദ്ധതികളും. സാങ്കേതിക ഗവേഷണത്തിന് 1-2 10,000 ഫെലോഷിപ്പുകൾ നൽകും. സർക്കാർ സ്കൂൾ വികസനത്തിനും ബജറ്റ് ഊന്നൽ നൽകുന്നുണ്ട്. ശാസ്ത്രീയ മനോഭാവവും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളുടെ കീഴിലുള്ള സർക്കാർ സ്കൂളുകളിൽ 50,000 അഡൾട്ട് ടിങ്കറിംഗ് ലാബുകൾ ആരംഭിക്കും. സർക്കാർ സ്കൂളുകളിൽ ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പുവരുത്തി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന വിഭവങ്ങളിലേക്ക് വഴി തുറക്കാനുള്ള സാധ്യതകളാണ് തങ്ങൾ കൊണ്ടുവരുന്നതെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.